അജ്മീറിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമുണ്ടല്ലോ, അജ്മീർ ദർഗ, മൊയിനുദ്ദീൻ ചിഷ്തിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. അവിടെയും ഖനനം നടത്തി അതിൻ്റെ മുമ്പ് വല്ല ക്ഷേത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ തകർത്തിട്ടാണോ ഇതുണ്ടാക്കിയതെന്ന് പരിശോധന നടത്താൻ കോടതിയിൽ ഹർജി പോയിരിക്കുക. ഡൽഹി ജുമാ മസ്ജിദിനെതിരായി ഹർജി പോയിരിക്കുക. ഇങ്ങനെ പോയാൽ എവിടെ എത്തും? ഈ തരത്തിലെല്ലാം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, വിഭജിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്രത്തിനെതിരെ ഉറച്ച നിലപാടിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, ജനങ്ങളുടെ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഒരു മാതൃകാ സ്റ്റേറ്റാണ് കേരളം. വേറെ എന്ത് കുറ്റാ നമ്മൾ ചെയ്ത്? അതിനാണോ ഈ പക? 2000 കോടി രൂപയെങ്കിലും വേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനത്തിന് 2002 കോടി രൂപയുടെ ഒരു പ്രാഥമികമായ കണക്ക് തയ്യാറാക്കി റിക്വസ്റ്റ് കേന്ദ്രത്തിന് പോയത്. പ്രാഥമികമായ പ്രവർത്തനങ്ങൾക്കാണ്, അല്ലാതെ അവരുടെ പൂർണ്ണമായ പുനരധിവാസം എന്ന് പറഞ്ഞാൽ വെറുതെ പോയിട്ട് ഒരു സ്ഥലത്തൊരു വീട്ടിൽ താമസിച്ചാൽ മതിയോ? 50, 30, 40 സെന്റ് ഭൂമിയിൽ ഒരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അതിലെന്തെങ്കിലും കൃഷി ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തൊഴിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ജീവിച്ചു പോകുന്നവരായിരിക്കും പലരും. അതിനൊക്കെ മാർഗങ്ങൾ കണ്ടുപിടിക്കണ്ടേ? ഇവരെ പുനരധിവസിപ്പിക്കുമ്പോൾ അതിന് ഭൂമി കണ്ടെത്തണം. ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതെന്ന് ഇപ്പോൾ കണക്കാക്കാവുന്ന ഭൂമി കണ്ടെത്തണം ശാസ്ത്രീയമായി. നാളെ മറ്റന്നാൾ തന്നെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എവിടെയെങ്കിലും പോയി വീടുണ്ടാക്കിയാൽ അവരുടെ ഭാവി എന്തോ? ആ ഭൂമി ഗവൺമെന്റിന്റെ കയ്യിലില്ല. അപ്പൊ വില കൊടുത്തു വാങ്ങണം. അവിടെ കണ്ടെത്തിയ ഒരു ഭൂമി ഹാരിസൺ ആൻഡ് മലയാളം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വകയായിട്ടുള്ള തോട്ടഭൂമിയാണ്, നിരപ്പായ സ്ഥലമാണ്, മേപ്പാടിക്കടുത്ത്. അതിനെന്തോ എന്തോ കേസ് വന്നു എന്നാ കേട്ട്. ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഭൂമി കൈവശം കിട്ടിയാൽ മാത്രമേ സർക്കാരിന് വീടുകൾ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ ഒരു സ്ഥലത്ത് അവരെ താമസിപ്പിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാവണം. നേരത്തെ ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ കുടുംബങ്ങളിൽ നിന്ന് അടുത്ത് സ്കൂളിൽ പോകാൻ മുണ്ടക്കൈ സ്കൂളുണ്ടായിരുന്നു, അത് തകർന്നുപോയി. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഉണ്ടാക്കണം. പുതിയ പുനരധിവാസ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കുള്ള സംവിധാനം ഉണ്ടാക്കണം, ആശുപത്രി സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇവരിൽ പഠിച്ചു വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും തൊഴിൽ പരിശീലനമൊക്കെ നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ വന്നാലേ പുനരധിവാസം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിലയിലേക്ക് വരൂ. ഇതിനൊക്കെ വലിയ തുക ആവശ്യം വരും. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ പണത്തിൽ നിന്നും ഉപയോഗിച്ച് മാത്രം ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ്. സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു, ഒരു 5 ദിവസത്തെ കൂലി ശമ്പളം നിങ്ങൾ ഇതിലേക്ക് കൊടുക്കണം, പിന്നീട് തിരിച്ചു തരാം. ആ ഫണ്ട് പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തുരങ്കം വെക്കാനാണ് UDFന്റെ അനുകൂല സംഘടനകൾ ശ്രമിച്ചത്. ഇവരെന്ത് മനുഷ്യരാ? അതിനെതിരായി പ്രചാരവേല നടത്തി സർക്കാർ ജീവനക്കാർക്കിടയിൽ. കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹൃദയാലുക്കളായ മനുഷ്യത്വമുള്ള 10,000-കണക്കായ ജീവനക്കാർ അവരുടെ സംഭാവന കൊടുത്തു, തൊഴിലാളികൾ കൊടുത്തു, വിവിധ മേഖലകളിലെ തൊഴിലാളികൾ സംഭാവന കൊടുത്തു. ഒരു സഹായം UDF സംഘടന ചെയ്തില്ല. അവരെല്ലാം പരമാവധി മുടക്കാൻ നോക്കി. BJPയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അവർ പിന്നെ അങ്ങനെ ചെയ്യൂ. അതുപോലെ മനുഷ്യസ്നേഹികളായ നിരവധി സ്ഥാപനങ്ങൾ, കമ്പനികൾ, സ്ഥാപനങ്ങൾ ഈ ആവശ്യത്തിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതെല്ലാം കൂടി സ്വരൂപിച്ചാലേ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിനും ഈ വകയിലേക്ക് നൽകാൻ കഴിയുന്ന പണത്തിൻ്റെ പുറമെ ഇതെല്ലാം സംഭരിച്ചാലേ അവിടെ ഫലപ്രദമായ പുനരധിവാസം പൂർത്തീകരിക്കാൻ കഴിയൂ. ഇതാണ് സാഹചര്യം. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിന് പ്രാഥമികമായ ഒരു സഹായം എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് ഈ പ്രവൃത്തി തുടങ്ങാൻ സാധിക്കൂ. അതാണ് കേന്ദ്രം ചെയ്യാത്തത്. 1 രൂപ പോലും കേന്ദ്ര ഗവൺമെന്റ് വയനാട് ദുരന്തത്തിന്റെ ഇടയായവർക്ക് സഹായമായി കൊടുക്കാൻ മുന്നോട്ട് വന്നില്ല.
ഒരു വർഷം, കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ 388 കോടി രൂപയാണ് 24-25 വർഷത്തേക്ക് ദുരന്ത നിവാരണ നിധിയിലേക്ക്, സ്റ്റേറ്റ് ദുരന്ത നിവാരണ നിധിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ വകയായി ഫണ്ട് വന്നത്. അത് വയനാട് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും വരുന്ന തുകയാണ്. സംസ്ഥാനത്ത് എവിടെയെങ്കിലും ദുരന്തം ഉണ്ടായാൽ അതിനെ നേരിടാൻ, അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ, വിവിധ ഏജൻസികളെ പ്രവർത്തിപ്പിക്കാൻ നിലവിലുള്ള ചട്ടം അനുസരിച്ച് കൊടുക്കുന്ന തുകയാണ്. അല്ലാതെ ഈ ദുരന്തത്തിന് വേണ്ടി കൊടുത്തല്ല. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സ്റ്റേറ്റിലാകെ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്, സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, യന്ത്രങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്യാനുള്ള സംസ്ഥാനത്തിനുള്ള മൊത്തം തുകയാണ്. ദുരന്ത നിവാരണ സേന സംഘടിപ്പിക്കണം, അത് അവർക്ക് പരിശീലനം നൽകണം, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ വയനാട് ദുരന്തത്തിന് പ്രത്യേകമായ ഒരു സഹായവും നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ തയ്യാറായില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ അടുത്ത കാലത്ത് വെള്ളപ്പൊക്കവും പ്രകൃതികോപവും ഉണ്ടായ ചില സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായത്തിന്റെ ഒരു കണക്ക് ഞാൻ പറയാം. ആന്ധ്രാപ്രദേശിന് 15,000 കോടി ഉറുപ്പിക കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാനത്ത് നിന്ന് ഒരു എസ്റ്റിമേറ്റും വരാൻ കാത്തുന്നില്ല. കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ പോയി പരിശോധിച്ചില്ല. എന്താ കേന്ദ്രം ആന്ധ്രയോട് ഇത്ര സ്നേഹം കാണിച്ചത്? ആന്ധ്രയിലെ തെലുങ്ക് ദേശം എന്ന പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിലേ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഒക്കൂ. ഭൂരിപക്ഷം ഇല്ല, ഒറ്റക്ക് 240 സീറ്റിലേ ജയിച്ചുള്ളൂ. 400 സീറ്റ് എന്ന മുദ്രാവാക്യം വിളിച്ച തെരഞ്ഞെടുപ്പ് നേരിട്ട് മോദി. ഈ തവണ 400 സീറ്റ്. കഴിഞ്ഞ 2 തവണയും BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട് പാർലമെന്റിൽ. ഈ തവണ കിട്ടിയില്ല. മഹാരാഷ്ട്രയിൽ ഉദ്ദേശിച്ച വിജയം ഉണ്ടായില്ല, ഉത്തർപ്രദേശിൽ ഉണ്ടായില്ല, പഞ്ചാബിൽ ഉണ്ടായില്ല, ഡൽഹിയിൽ ഉണ്ടായില്ല, ഹരിയാന, രാജസ്ഥാൻ അവർ ഉദ്ദേശിച്ച പോലുള്ള വിജയം ഉണ്ടായില്ല. ബംഗാൾ, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കേരളം ഈ സംസ്ഥാനങ്ങളിലും BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അതാണ് ഇങ്ങനെ സീറ്റ് കുറഞ്ഞത്. അങ്ങനെ വന്നപ്പോൾ ബീഹാറിൽ നിന്നുള്ള യുണൈറ്റഡ് ജനതാദൾ BJPയോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് കുറച്ച് സീറ്റുണ്ട്. ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം അവരാണ് ഒന്നാമതായി ജയിച്ചു വന്ന ആന്ധ്രയിൽ. അവിടുത്തെ ഭരണകക്ഷി വേറൊരു പാർട്ടിയായിരുന്നു, YSRCP എന്ന് പറയുന്നത്. അവർ തോറ്റുപോയി. ഈ 2 പാർട്ടികളുടെ പിന്തുണയോടെയാണ് മോദി ഭൂരിപക്ഷം നേടിയത്. അവരുടെ പിന്തുണയില്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ദിവസം നിൽക്കില്ല. രാഷ്ട്രീയ കാരണങ്ങളാൽ തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നിലനിർത്താൻ, ഭരണം നിലനിർത്താൻ അവരാവശ്യപ്പെടുന്നത് കൊടുക്കുകയല്ലാതെ ഒരു വഴിയില്ല. കൊടുത്തു 1500 കോടി. ബീഹാർ ആവശ്യപ്പെട്ട തുക, ബീഹാറിലെ കുറെ പദ്ധതികളെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആവശ്യപ്പെട്ട തുക 26,000 കോടി ഉറുപ്പിക കൊടുത്ത് ബീഹാറിന്. ത്രിപുരയിൽ ഒരു ചെറിയ പ്രളയമുണ്ടായി ഈ കാലത്ത്, മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം. സംസ്ഥാന ദുരന്ത നിവാരണ സേന കണക്കുകൂട്ടി പറയട്ടെ, എന്നിട്ട് ആലോചിക്കാമെന്നൊക്കെ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടം സന്ദർശിച്ച കേന്ദ്രമന്ത്രി അവിടെ വെച്ച് പ്രഖ്യാപിച്ചു സഹായം. അവിടെ ഭരിക്കുന്ന BJPയാണ്. ഇടതുപക്ഷമായിരുന്നല്ലോ നേരത്തെ. ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് അധികാരം കിട്ടിയ BJP ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന കേന്ദ്രമന്ത്രി അവിടെ നിന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിന് പ്രഖ്യാപിച്ചു. ഇതെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഗവൺമെന്റിന് സമാനമായ നിലപാടുണ്ടാവണ്ടേ? ഭരിക്കുന്ന പാർട്ടിയെ നോക്കിയിട്ടാണോ നിലപാട് സ്വീകരിക്കേണ്ടത്? എന്തൊരു അന്യായമാണ് കേന്ദ്രം കാണിക്കുന്നത്. അങ്ങനെയാണ് ചെയ്തത്. ഈ പ്രശ്നം ഇത്ര ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നമായിട്ട് പോലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കോ പ്രതിപക്ഷത്തിനോ ഗൗരവമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോൺഗ്രസ്, മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? ഇങ്ങനെ ഒരു അവഗണന, ക്രൂരമായ ഒരു അവഗണന ഒരു കാലത്ത് നമ്മൾ നേരിടേണ്ടി വന്നിട്ടില്ല.